കൊച്ചിയിൽ അഭിഭാഷകരും മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിൽ 4 കേസുകൾ രജിസ്റ്റർ ചെയ്ത് പോലീസ്. അഭിഭാഷകരെയും വിദ്യാർത്ഥികളെയും പ്രതികളാക്കിയാണ് കേസ്. പോലീസിനെ ആക്രമിച്ചെന്ന പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ രാത്രിയിലും ഇന്നലെ പകലുമായി കൊച്ചി നഗരം ഒരു തെരുവ് യുദ്ധത്തിന് സമാനമായ കാഴ്ചകളാണ് അരങ്ങേറിയത്. പക്ഷെ ഇന്ന് രണ്ടാം ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കോടതിയുമില്ല, കോളേജും പ്രവർത്തിക്കുന്നില്ല. ഇനി തിങ്കളാഴ്ച ഒരുപക്ഷെ ഇനി കോളേജിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നു, കോടതിയിലേക്ക് അഭിഭാഷകർ എത്തുന്നു. വീണ്ടും സംഘർഷത്തിന് സാധ്യതയുണ്ട്. പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ഇതുവരെയും ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഈ കേസ് ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ അട്ടിമറിക്കാനോ ഏതെങ്കിലും ഇതിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഡാനി? ടോം, നിലവിലെ അവസ്ഥയിൽ ഒരു മധ്യസ്ഥ ചർച്ചകളിലേക്ക് എവിടെയും നീങ്ങിയിട്ടില്ല. പക്ഷെ ഒരു സജീവ സാധ്യത അതിന് തന്നെയാണ് നിലവിലുള്ളത് എന്നത് തന്നെയാണ്. കാരണം ആ രീതിയിൽ മാത്രം ഇതൊരു പരിഹരിക്കപ്പെടാനുള്ളൊരു സാധ്യതയുള്ളൂ. നിലവിൽ ഇന്ന് അവധി ആയതുകൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. ഈ സംഘർഷത്തിനും ഇന്ന് അവധി എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ അതുപോലെ തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു വിഷയങ്ങൾ. രാവിലെ മുതൽ തന്നെ ഈ വിഷയങ്ങൾ പതുക്കെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉരുണ്ടുകൂടിയിരുന്നു. ഉച്ചയോടുകൂടി ആയപ്പോഴേക്കും അത് പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് അഭിഭാഷകർ മാറുന്നു. പിന്നെ അതിനുശേഷം കോളേജ് വളപ്പിനകത്തേക്ക് അഭിഭാഷകർ കുപ്പി എറിയുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരികയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പരസ്പരം പഴിചാരുകയും പരാതി കൊടുക്കുകയുമായിരുന്നു പിന്നീടുള്ള പതിവ് രീതിയിലേക്ക് പോയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഈ സ്ഥലത്ത് അതിക്രമിച്ച് കയറി ബഹളമുണ്ടാക്കി, അതായത് അഭിഭാഷകരെ പൊതുപരിപാടിയിൽ ബഹളമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അഭിഭാഷകർ നൽകിയ കേസ്. 10 പേർക്കെതിരെയാണ് പോലീസ് അതിലെ കേസെടുത്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾ, മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്, SFI പ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ ഇവർ നൽകിയിരിക്കുന്ന മറ്റൊരു പരാതി എന്ന് പറയുന്നത്, അഭിഭാഷകർ നൽകിയിരിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, ഈ അഭിഭാഷകരുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ തന്നെയാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ തങ്ങളെ മർദ്ദിച്ചതായി ചൂണ്ടിക്കാണിച്ചാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 10 അഭിഭാഷകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഒപ്പം ഈ സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും അതിക്രമമുണ്ടായി. 2 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഡ്രൈവർക്ക് തലയ്ക്ക് പരിക്ക് പറ്റി. പോലീസിനെ ആക്രമിച്ചെന്ന പരാതിയിൽ 10ഓളം കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ വിദ്യാർത്ഥികൾ, അഭിഭാഷകരൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പരാതി വന്നത് പ്രിൻസിപ്പലിൻ്റെ പരാതിയാണ്. അത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷം ചില ദൃശ്യങ്ങൾ പുറത്തു വന്നത്, അതിനകത്തേക്ക് ക്യാമ്പസിനകത്തേക്ക് ക്ലാസ് റൂമുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ നിന്ന് കുപ്പിയും അതോടൊപ്പം തന്നെ കല്ലും വലിച്ചെറിഞ്ഞാണ്. ആ ദൃശ്യങ്ങൾ സഹിതം വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ സഹിതമാണ് കോളേജ് പ്രിൻസിപ്പൽ പരാതി സെൻട്രൽ സ്റ്റേഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ 4 വ്യത്യസ്ത കേസുകളിലായിട്ട് കുറച്ചു പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും മറ്റൊരു നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. ഒരു അറസ്റ്റിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ പോലീസ് എത്തിയിട്ടില്ല എന്നതാണ്. ജനറൽ ബോഡി യോഗം ഇതുവരെയും ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു ആക്ഷേപം അഭിഭാഷകർക്കെതിരെ ഉയർന്നു വന്നതാണ്. അതിന്റെ ദൃശ്യങ്ങളുണ്ട്. മദ്യക്കുപ്പികൾ ആണ് ഈ മഹാരാജാസ് കോളേജ് ക്യാമ്പസിലേക്ക് വലിച്ചെറിഞ്ഞത്. കല്ലുകൾ വലിച്ചെറിയുന്നു. അവിടെ വിദ്യാർത്ഥികളുള്ള സ്ഥലമാണ്. ഈ പ്രിൻസിപ്പൽ അടക്കം പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഈ കുറ്റക്കാരായ ദൃശ്യങ്ങൾ, തെളിവുകൾ അടക്കം ഉണ്ടായിട്ടും പോലീസ് അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത്, അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങാത്തത്? പോലീസ് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതാരാണ്, എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് നടപടികളിലേക്ക് നീങ്ങുകയാണ് എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും ആരും ഒരു അറസ്റ്റിലേക്ക് അടക്കം നീങ്ങിയിട്ടില്ല. അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു മധ്യസ്ഥ ചർച്ചകളിലേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ തന്നെയാണ് പരമാവധി ശ്രമിക്കുന്നത്. കാരണം ഒരു വലിയ വിഷയത്തിലേക്ക് പോകാതെ അഭിഭാഷകരും അതോടൊപ്പം തന്നെ ഈ കോളേജിലെ വിദ്യാർത്ഥികളും അവരെ പരസ്പരം പരിചയക്കാരും അല്ലാതെയും തന്നെ എല്ലാവരും തന്നെയുണ്ട്. മറ്റൊന്ന് ഈ SFI ആണ് ഇതിന് നേതൃത്വം നൽകിയതെന്നതടക്കമുള്ള ഒരു ആക്ഷേപം അഭിഭാഷകർ ഉന്നയിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ SFI പ്രവർത്തകരുമാണ്. പലർക്കും പരസ്പരം പരിചയക്കാരും എല്ലാം തന്നെ ഇത് 2 ഭാഗങ്ങളിലും തന്നെ ഉണ്ട് താൻ.
അപ്പോൾ ഇതൊരു വലിയ രീതിയിലേക്ക് ഇതൊരു വഷളാകാതെ ഇത് എങ്ങനെയും പറഞ്ഞു തീർക്കാൻ കഴിയുന്ന തലങ്ങളിൽ അത് നോക്കണം എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങളും ചില ശ്രമങ്ങളും എല്ലാം തന്നെ ചില ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ്. കാരണം ഇത് ആക്രമിക്കുക, അതിക്രമിച്ച് കയറുക, കലാപം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എത്തുക, അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ എല്ലാവർക്കും എതിരെ തന്നെ ചുമത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകണം. പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് എറണാകുളം ബാർ അസോസിയേഷൻ വ്യക്തമാക്കിയത്. എന്തായാലും ഈ രണ്ട് കൂട്ടരും വലിയ വാശിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് എത്രമാത്രം ഇടമുണ്ട് അതിൻ്റെ സാധ്യതയൊന്നും വ്യക്തമല്ല. എങ്കിലും ചില ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് അറിയുന്നു. എങ്കിലും നിലവിലെത്തിയ ഒരു സാഹചര്യം, ഈ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം കുറച്ചുകൂടി മുന്നോട്ട് പോയേക്കാം. അതിന് ഇപ്പോൾ കോളേജിലെ മധ്യവേനൽ അവധിയിലേക്കെല്ലാം തന്നെ പ്രവേശിച്ചിട്ടുണ്ട്. അഭിഭാഷകർക്കും ഈ അവധി ദിവസങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട്, മധ്യവേനൽ അവധിയിലേക്കെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു വലിയ സംഘർഷത്തിൻ്റെ വലിയ സജീവ സാധ്യത ഈ ദിവസങ്ങളിലെല്ലാം തന്നെ, അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അവധി ദിവസങ്ങൾ തന്നെ. അതുകൊണ്ട് അതിന് ഒരല്പം കുറവ് വന്നേക്കാം. എങ്കിലും ഇനി അടുത്തത് പോലീസിൻ്റെ നീക്കം എന്താണെന്നുള്ളതാണ്. ഏതായാലും ഒരു ദിവസം പിന്നിടുമ്പോഴും മറ്റ് നടപടികളിലേക്കോ അറസ്റ്റിലേക്കോ ഒന്നും കടക്കാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ, അത് ഫലപ്രാപ്തിയിലെത്തുമോ എന്നതാണ് ഇനി അറിയുന്നുണ്ടത്. ടോം ഡാനി, നമുക്കറിയാം, കാരണം ഇതിനു മുൻപ് ഈ അഭിഭാഷകർ പ്രതികളായിട്ടുള്ള പല കേസും, മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതടക്കം അങ്ങനെ പല കേസുകളുമുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അഭിഭാഷകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പലപ്പോഴും പോലീസ് തയ്യാറാകാറില്ല, അല്ലെങ്കിൽ പോലീസ് ധൈര്യപ്പെടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും അങ്ങനെ പോലീസിന് മേലെ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമുണ്ടോ? അവർക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സമ്മർദ്ദമുണ്ടോ? കാരണം ഇവിടെ ഒരു അനുനയ ചർച്ച അല്ലല്ലോ വേണ്ടത്. കാരണം ഇത്രയധികം പ്രത്യക്ഷത്തിൽ തന്നെ അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് വ്യക്തമാണ്, തെളിവുകളുണ്ട്. പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദമായിരിക്കുമോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പോലീസ് തയ്യാറാകാത്തത്? പോലീസിന്റെ മുകളിൽ ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദമുണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും പോലീസ് പറയുന്നത്, ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇതിൽ കുറച്ചുകൂടി അന്വേഷണം വ്യക്തത വരാനുണ്ട്. കാരണം ഈ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളും രാത്രിയിലെ പോലീസിന് നേരെയും ആക്രമണം നടക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കൃത്യമായ ഈ ആക്രമണം നടത്തിയവരിലേക്ക് തന്നെ കൃത്യമായ രീതിയിൽ എത്തേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. മാത്രവുമല്ല, ഈ ആശുപത്രികളിലായി കഴിയുന്നവരുണ്ട്. ഏതാണ്ട് 16 പേരാണ് വിദ്യാർത്ഥികളുള്ളത്, 8 പേരോളം അഭിഭാഷകരുണ്ട്, പോലീസുകാർക്ക് പരിക്കുണ്ട്. അവരുടെ മൊഴികളെല്ലാം തന്നെ രേഖപ്പെടുത്തുകയും വേണം. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഉടനെ ഇത്രയും സമയം കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ മറ്റൊരു നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. അതിനെ സൂചിപ്പിക്കുന്ന ചില കാരണങ്ങൾ പോലീസ് പറയുന്നത്, ഈ ദൃശ്യങ്ങളിൽ ആരാണ് കല്ലെറിഞ്ഞത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അന്വേഷണവും വ്യക്തതയും എല്ലാം തന്നെ വേണം എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും വൈകാതെ മറ്റ് നടപടികളിലേക്കെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകി. എന്തായാലും തെരുവ് ഗുണ്ടകളെ പോലെയാണ് കൊച്ചിയിലെ അഭിഭാഷകർ പെരുമാറിയത്. കാരണം ഒരു കലാലയത്തിലേക്കാണ്, ഇത് ക്യാമ്പസിലേക്കാണ് കല്ലും മദ്യക്കുപ്പികളും ഇറങ്ങി. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്.